എല്ലാവരും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പിന്നാലെയാണ്. വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് ഒരു ഒരു കുറച്ച് ദിവസത്തേക്ക് മുമ്പ് വളരെ വിവാദങ്ങളായി. രാഷ്ട്രീയ പ്രശ്നങ്ങളും ചില മതപരമായ പ്രശ്നങ്ങളുടെയും പേരിൽ ഈ ഫിലിം ചില വിവാദങ്ങളിൽപ്പെട്ടിട്ട് അതിൻ്റെ ചില എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ജനങ്ങൾ ആ മൂവി കണ്ട് ഇറങ്ങിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുവാനിടയായി. മനസ്സിലായി, എല്ലാവർക്കും മുഖ്യ പേർക്കും മനസ്സിലായി ചെകുത്താൻ്റെ സിനിമയാണെന്ന്. ഓക്കെ, പലർക്കും അത് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ അതിനെ എല്ലാവരുമല്ല, ഈ ഫിലിം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്തായാലും ഈ മൂവിയുടെ അടുത്ത പാർട്ട്, 3rd പാർട്ട് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു പോസ്റ്റാണിത്. കണ്ടാലറിയാം, അതിലൊരു റെഡ് ഡ്രാഗൺ, അതിൻ്റെ താഴെ ദ ബിഗിനിങ് എന്ന് അതിലെഴുതിയിട്ടുണ്ട്. ഇത് എന്തോന്നിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ, എന്തോന്നിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഭരണത്തിൻ്റെ ആരംഭം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട സ്ഥിതിക്ക് സാത്താൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രമോഷനാണ് ഈ ഒരു മൂവി എന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ ട്രെയിലർ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഞാൻ കാണുവാനിടയായി. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സിംറ്റംസും അതിനകത്തുണ്ട്. ഒന്ന്, ഇതിലൂടെ അനേകർ ഇനിയും സാത്താൻ വർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്ന്, കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുന്നേ ഇറങ്ങിയ ഒരു വയലൻസ് മൂവി, ആ മൂവി കണ്ട് അനേകരെ കൊന്നു. അനേക യുവാക്കൾ തങ്ങളുടെ ഫാമിലിയെ തന്നെ കൂട്ടമായി നശിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ഈ ഒരു മൂവി ഏതൊരവസ്ഥയിലേക്കാണ് തലമുറകളെ കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ജാഗ്രതയോടെ ഇരിക്കുക, മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്, ബൈബിൾ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവർ പറയുന്നതെല്ലാം 100% സത്യമാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം തന്നെ ഇത് ഈ ശത്രുവിൻ്റെ, അതായത് ഈ സാത്താൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രമോഷൻ്റെ ആവേശത്തിലാണ്. മനസ്സിലാക്കുക, ഇന്ന് ആഘോഷിക്കുകയും ഈ ഒരു മൂവി കണ്ട് ആഘോഷിക്കുകയും ഈ ഒരു മൂവി കണ്ട് സംതൃപ്തി അടയുകയും ചെയ്യുന്നവർ ഒരു കാര്യം ചിന്തിക്കുക, ഇതുപോലെ ഒരു ഭരണം ഈ ലോകത്ത് വരുവാൻ പോവുകയാണ്. എല്ലാവരെയും ഒറ്റ കരങ്ങളിൽ ഭരിക്കുവാൻ അധികാരമുള്ള ഒരു വ്യക്തി വരുവാൻ പോകുകയാണ്. ആ ഭരണം എങ്ങനെ ആയിരിക്കും എന്നെല്ലാം നമുക്കതിൽ എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോഴേ ജനങ്ങൾക്ക് ഒരു അറിവ് ഇതിലൂടെ ലഭിക്കുകയാണ്. പാർട്ടായി ഇനിയും ഈ മൂവി ഇറങ്ങുവാൻ പോവുകയാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ചില വചനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മഹാസർപ്പമാണ് നാം ഈ പോസ്റ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാഗൺ. ഓക്കെ, ഈ ഡ്രാഗണിനെ പറ്റി, ഈ മഹാസർപ്പത്തെപ്പറ്റി കർത്താവിൻ്റെ വേദപുസ്തകം, അതായത് നാം പറയുന്ന ബൈബിൾ എന്ന സത്യവേദ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പൻ. ഡ്രാഗണിൻ്റെ പ്രത്യേകതയാണ്, തീ തുപ്പുന്ന ഒരു മൃഗമാണ് ഡ്രാഗൺ.
അത് നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ ഏകദേശം നാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ. ഓക്കെ, റെഡാണ്. പക്ഷേ നമ്മൾ ഒരു വലിയ കനൽ കത്തി, ഒരു വലിയൊരു തീകോളം കത്തി, അത് അണയത്തില്ല. പക്ഷേ അത് ഒരു ചെറിയ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഊതിയാലും കത്തുന്ന തരത്തിൽ ആ ഒരു തീ നിറത്തിൻ്റെ ആ റെഡ് കളറിലാണ് ഈ ഒരു പിക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ. യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ എന്താ പറയുക, ബൈബിൾ സത്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാത്താൻ ഭരണം എങ്ങനെ ഏത് രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലയിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. എന്തുമാത്രം ഒരു വിരൂപമാക്കി ആ ക്രൂശീകരണത്തെ, യേശുവിൻ്റെ ക്രൂശീകരണത്തെ ചിത്രീകരിക്കാമോ അത്രത്തോളം വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വളരെ വളരെ മോശമായ രീതിയിൽ ആ മൂവി ട്രെയിലർ കണ്ടപ്പോൾ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുവാൻ ഇടയായി. ഇതെല്ലാം ഒരു പ്രൊമോഷനാണ്, ഒരു എന്താ പറയുക, ശരിക്കും സാത്താൻ ഭരണത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ മൃഗത്തിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗ്രഹിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. അതിൻ്റെ സംഖ്യ 666. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ സിനിമയിൽ നമ്മൾ ഉടനീളം കാണുന്ന ഒരു സംഖ്യയാണ്. ഒരു കാർ അതിൽ കാണുന്നുണ്ട്. ആ കാറിൻ്റെ സംഖ്യ 666 ആണ്, 666 അതൊരു മൃഗത്തിൻ്റെ സംഖ്യയാണ്. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ അത് പറയുന്നുണ്ട്. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശുദ്ധ അപ്പോസ്തലനായ യോഹന്നാൻ, കർത്താവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ വെളിപ്പാട് കിട്ടിയിട്ട്, ദൈവത്തിൽ നിന്ന് വെളിപ്പാട് കിട്ടിയിട്ട് താൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ, താൻ ശിക്ഷിക്കപ്പെട്ട് പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഓരോന്ന് വായിക്കുന്നത്. ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണ്. ഈ മൂവിയുടെ ഇടയിൽ ആ ട്രെയിലർ കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. താൻ ലൂസിഫർ ആണെന്നും
പിതാവിനും പുത്രനും ഇടയിൽ വിരിഞ്ഞ ഒരു ഇരുളിൻ്റെ പുഷ്പം എന്ന് അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. പിതാവ് ദൈവം, പുത്രൻ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനും ദൈവത്തിനും ഇടയിൽ വിരിഞ്ഞ ഒരു ഇരുളിൻ്റെ പുഷ്പം എന്ന് പറയുമ്പോൾ അത് വേറെ ആരുമല്ല, ഡെവിൾ തന്നെയാണ്, അതായത് സാത്താൻ. അത് വ്യക്തമായി ആ ഡയലോഗ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് ഓഫ് ദ ഡാർക്ക് സ്പെയർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹെഡ് ഓഫ് ദ ഡാർക്ക് സ്പെയർസ്. അപ്പോൾ ഇരുണ്ട ഗോളത്തിൻ്റെ തലവൻ ആരാണ്? അതും പിശാച് തന്നെയാണ്. ഈ മൂവിയിൽ വന്നിട്ട് ഒരുപാട് ഡയലോഗുകൾ ദൈവപുത്രനുമായി ചേർത്ത് പറയുന്നുണ്ട്. അവരെന്തുദ്ദേശിച്ചിട്ടാണ്, ഏത് രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. യേശുവിനെ ഉദ്ദേശിച്ചിട്ടാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പാപം എന്തെന്ന് പോലും അറിയാത്ത യേശുക്രിസ്തുവാണ് പാപികളായ നമുക്ക് വേണ്ടി മരിച്ചത്. പാപം എന്തെന്ന് അറിയാത്ത യേശുക്രിസ്തു. അപ്പോൾ ആ യേശുവിൻ്റെ പേരിൽ ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ എന്ന് ആ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ദൈവപുത്രൻ പാപം ചെയ്താൽ പിന്നെ സാത്താനോടല്ലാതെ പിന്നെ ആരോടാണ് പോയി ചോദിക്കണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവർ പാപം ചെയ്താൽ പിന്നെ ആരുടെ അടുത്ത് പോയി സഹായം ചോദിക്കണമെന്നാണ് സാത്താൻ്റെ അടുത്ത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സാത്താൻ വർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ? അപ്പോൾ സാത്താനോട് പോയി പ്രാർത്ഥിക്കണമെന്നല്ലേ, അല്ലെങ്കിൽ സാത്താനോട് പോയി ചോദിക്കണമെന്നല്ലേ ഒരു മെസ്സേജ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അങ്ങനൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത് ഈ ഒരു ഡയലോഗിലൂടെ? ശത്രുവിൻ്റെ ശത്രു സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. ശത്രുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ദൈവവും പിശാചും, ദൈവവും ഗാഡും ലൂസിഫറും നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ശത്രുവാണ് ആര്? പിശാച് എന്ന് പറയുന്നത്, സാത്താൻ. അപ്പോൾ ആ സാത്താനെ പലരും എന്താക്കുന്നുണ്ട്? ഫ്രണ്ടാക്കുന്നുണ്ട്. ആ സാത്താനെ ഇന്ന് പലരും സ്നേഹിക്കുന്നുണ്ട്. ആ സാത്താനെ ഇന്ന് പലരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ ഡയലോഗും, അതുപോലെ തന്നെ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഫിലിമിൽ കാണിക്കുന്ന ഓരോ സിമ്പിൾസും എടുത്ത് ആ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സിമ്പിൾസും ഓരോ ഡയലോഗ്സും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് ലോകത്തോട് പറയാൻ അവർക്കുള്ളതെന്ന് അറിയുന്നില്ല. ഓൾറെഡി ഇപ്പം തന്നെ രഹസ്യത്തിൽ ഒരുപാട് പേര് സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മൂവിയിലൂടെ ഇനി എത്രത്തോളം അത് കൂടാൻ പോകുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇനി എത്രത്തോളം ആ ഒരു രീതിക്ക് മാറ്റം വരാൻ പോകുന്നെന്ന് അറിയത്തില്ല. ഇത് ആ ഒരു തലത്തെ, ഒരു പൈശാചിക തലത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് ഈ ഫിലിമിൻ്റെ പേര്, ആ എമ്പുരാൻ എന്ന് പറയുന്ന ആ ഫിലിമിൻ്റെ പേരിൽ തന്നെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുക, എമ്പുരാൻ എന്ന വേർഡിൻ്റെ അബ്രിവേഷനാണ് ഈ കാണുന്നത്. എറ്റേണൽ, മാജസ്റ്റിക്, പവർഫുൾ, അൺഫെയിലിംഗ്, റൈച്ചസ്, ആൾമൈറ്റി, നെവർ എൻഡിങ് എന്ന് വെച്ചാൽ ഏറ്റവും മഹത്തായത്, മഹാനുമായ, ശക്തനുമായ, മാറ്റമില്ലാത്തവനുമായ, നീതിയുള്ള, സർവശക്തനായ, നെവർ എൻഡിങ് എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനമില്ലാത്ത ദൈവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരവും മഹത്വത്തെയാണ് ഈ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വാക്കുകളെയാണ് എടുത്ത് എമ്പുരാൻ എന്നുള്ള ഒരു പേരും ഇട്ടിട്ട് അതിൽ ലൂസിഫറിൻ്റെ പേരും കൂടി ചേർത്ത് വായിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പരമാധികാരം,
ദൈവത്തിൻ്റെ പരമാധികാരവും ദൈവത്തിൻ്റെ മഹത്വവും സാത്താന് കൊടുക്കുന്നു എന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ മൂവിയിൽ കാണുന്ന ഓരോ സിമ്പിൾസും നാം കാണുമ്പോൾ നമുക്ക് അത് വ്യക്തമായി അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അരുണോദയനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? എങ്ങനെ വീണു എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. സാത്താൻ അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം. ദൈവത്തിന് സമനാകും എന്ന് സാത്താൻ തന്നെ എന്ത് ചെയ്തു? സാത്താൻ്റെ ആ നിഗളം കൊണ്ട് സാത്താൻ പറഞ്ഞു. അങ്ങനെ സാത്താൻ ഇങ്ങനെ ദൈവത്തെക്കാൾ വലിയവനാകണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ദൈവം സാത്താനെ വെട്ടി വീഴ്ത്തിയത്. അതായത് ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പോൾ സ്വർഗത്തിൽ ആര് കയറണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. അവൻ തന്നെ സ്വയം ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ദൈവത്തെക്കാട്ടിലും ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ദൈവം സൃഷ്ടിച്ചതിനെക്കാട്ടിലും മുകളിലായിട്ട് തൻ്റെ സിംഹാസനം വയ്ക്കും. സിംഹാസനം എന്ന് പറഞ്ഞാൽ അധികാരമാണ് കാണിക്കുന്നത്. വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അപ്പോൾ ദൈവത്തെക്കാട്ടിലും വലിയ സ്ഥാനമെടുത്ത് ദൈവത്തെക്കാളും വലിയവനായി ഭരിക്കും എന്നാണ് സാത്താൻ എന്ത് ചെയ്തത്? പറഞ്ഞത്. അങ്ങനെയാണ് ദൈവം സാത്താനെ വെട്ടി വീഴ്ത്തിയത്. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. മേഘോന്നതങ്ങൾക്ക് മീതെ കയറുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറിയിട്ട് അത്യുന്നതനായ ദൈവത്തിന് സമനാകാൻ ആഗ്രഹിച്ച ആ സാത്താന് പിന്നെ ദൈവം എന്തോന്നാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? അടുത്ത വാക്യത്തിൽ കാണുന്നു, എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. പിശാച് നരകത്തിലേക്ക് പോകാനുള്ള പിശാചാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ പിശാചിനെ ദൈവം ഇട്ടിരിക്കുന്നത്. ആ പിശാചിൻ്റെ അടുത്ത് പോയി ഒരിക്കലും നമുക്ക് ഒരു സഹായവും നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ആ പിശാചിൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കാൻ പോയാൽ നാമും കൂടി ആ നരകത്തിലേക്ക് വീഴാനാണ് സാധ്യത എന്നല്ല, നാമും ആ നരകത്തിലേക്ക് തന്നെ വീഴും.